റളിയല്ലാഹു അൻഹാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനി പിടിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ പുതപ്പങ്ങെടുത്തെന്നെ മൂടി തരണം ഖദീജ, എനിക്ക് പുതപ്പങ്ങ പുതപ്പിച്ചു തരണം ഖദീജ എന്ന് ഹബീബായ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതപ്പ് കൊണ്ടുവരികയാണ്. മുത്തുനബി തങ്ങളെ പുതപ്പിച്ചു കൊടുക്കുന്നു. ആ സമയത്താണ് ആകാശലോകത്തിൽ നിന്ന് മഹാനായ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. അവിടുന്ന് ഹബീബായ തങ്ങളോട് പറയുന്നു, നബിയേ, ഇത് കിടന്നുറങ്ങേണ്ട സമയമല്ല നബിയേ, എഴുന്നേറ്റ് നിസ്കരിക്കൂ നബിയേ, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൂ നബിയേ എന്ന് ഹബീബായ തങ്ങളോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കേണ്ടവരാണ്. എത്ര പേരാണ് ഇന്ന് നിസ്കരിക്കുന്നത്? എത്ര പേരാണ് ഇന്ന് പള്ളിയിൽ കടന്നു വരുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, റമളാന് വന്നിട്ട് പോലും വിശുദ്ധമായ ഖുർആൻ ഓതാത്ത എത്ര ആളുകളാ ഉള്ളത്? നിസ്കരിക്കാത്തവരില്ലേ? മുത്തുനബി തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാത്തു മുതഅമ്മിദതൻ കതബല്ലാഹു ഇസ്മുഹു അലാ ബാബിന്നാർ. ആരെങ്കിലും ഒരു മനുഷ്യൻ 5 വക്ത് നിസ്കാരത്തിൽ നിന്ന് ഒരു വക്ത് നിസ്കാരം ഖളാ ചെയ്താൽ കതബല്ലാഹു ഇസ്മുഹു അലാ ബാബിന്നാർ, അവന്റെ പേര് അല്ലാഹു തആല നരകത്തിന്റെ വാതിലിന്റെ മുകളിൽ എഴുതി വെക്കുമെന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിസ്കാരം ഖളാക്കിക്കൂടാ. കഴിയുന്നവരൊക്കെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. അറിയുമോ, പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചാലുള്ള പ്രതിഫലം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഹാബത്തിനോട് പറയുന്നു, സഹാബ, എല്ലാവരും പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. ആ സമയത്താണ് 2 കണ്ണുകളും കാണാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, എനിക്ക് 2 കണ്ണുകളും കാണുന്നില്ല നബിയേ, ഞാൻ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണോ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി തങ്ങൾ ആദ്യം സമ്മതിച്ചു കൊടുത്തു. ശേഷം ഒരു ചോദ്യമാ ചോദിക്കുന്നത്, നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ പറയുന്നത്, എങ്ങനെയെങ്കിലുമായി പള്ളിയിൽ വന്ന് നിസ്കരിക്കണം എന്നാണ് ഹബീബായ തങ്ങൾ ഉമ്മ മക്തൂം തങ്ങളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം